പുതുവത്സരത്തോടനുബന്ധിച്ച് കൊച്ചിൻ കാർണിവൽ റാലി ആരംഭിച്ചു. ഫോർട്ട് കൊച്ചി വെളിയിൽ നിന്നാണ് റാലി തുടങ്ങുന്നത്. ഫ്ലോട്ടുകൾ, കലാരൂപങ്ങൾ, പ്രച്ഛന്നവേഷങ്ങൾ എന്നിവ റാലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ആൻമരിയ, വർണ്ണാഭമായ കാഴ്ചയാണ്. പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷം നടക്കുകയാണ് ഫോർട്ട് കൊച്ചിയിൽ. വിവരങ്ങൾ. പ്രവിധ ആഘോഷകരമായ റാലിക്ക് ഇതാ ഫോർട്ട് കൊച്ചി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ കൊണ്ട് അതിമനോഹരമാണ് ഇവിടം. ഇന്നലെ നടക്കേണ്ട റാലി ആയിരുന്നു. ഔദ്യോഗിക ദുഃഖാചരണത്തോടനുബന്ധിച്ച് മാറ്റിവെച്ച റാലിയാണ് ഇപ്പോൾ നടക്കുന്നത്. പലതരത്തിലുള്ള ഫോട്ടോകൾ ഉൾപ്പെടെ നിരവധി കാഴ്ചകൾ നമുക്കിവിടെ ഉറക്കത്തിൽ കെടികെടുപ്പ്, മോന്തായത്തിലെടുപ്പ്, ഞെട്ടല് എന്നീ സകലമാന രോഗങ്ങൾക്കും കരിമലയിൽ ആടിപ്പാടി അടക്കുന്ന ആനകളുടെ ആനപ്പിണ്ട ശേഖരിച്ച് ആറ്റൊരു കോച്ചുണ്ടാക്കിയാണ് സാർ ഈ ആനവാദിലേക്കും കുറുന്തോട്ടി ആടലോടകം. ഇത് തന്നെയാണ് പ്രവിധ. ഇവിടെ എവിടെ തിരിഞ്ഞാലും ഈ രീതിയിലുള്ള കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വ്യത്യസ്തതരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രതീകങ്ങളെ കാണിച്ചുകൊണ്ട് കാഴ്ചകൾ കൊണ്ട് മനോഹരമാണ് ഫോർട്ട് കൊച്ചി ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ്. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച പരേഡ് ഗ്രൗണ്ടിലായിരിക്കും ഈ റാലിക്ക് അവസാനമുണ്ടാവുക. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ചരക്കിനെ വിളിക്കട്ടെ. ഡാർലിംഗ്, 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 ഡാർലിംഗ്. ചേട്ടന്റെ ഡാർലിംഗിനെ തപ്പിയുള്ള പോക്കിലേക്കാണ് നമ്മള്. അടിപൊളി കാർണിവൽ, കൊച്ചിൻ കാർണിവൽ. ഞാൻ ഇറങ്ങുക കൊച്ചി കാർണിവൽ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങണേ. ഇപ്പൊ 63 വയസ്സായി, ഇപ്പോഴും ഇറങ്ങണേ. അത് ഊർജം വേണം ഇറങ്ങാൻ വേണ്ടി. അതുപോലെ നമുക്ക് പ്രൈസ് അല്ലേ വേണ്ടത്, മറ്റുള്ളവരെ നമ്മ ഹാപ്പി ആക്കണം. വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. സൂപ്പർ എനർജി പവർ പോരട്ടെ. ആദ്യമായിട്ടാണ് വരുന്നത്? ഇല്ല, എല്ലാ കൊല്ലം വരാറുണ്ട്. നല്ലതാ. വളരെ ആവേശത്തിലാണ് ഫോർട്ട് കൊച്ചി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. പരേഡ് ഗ്രൗണ്ടിൽ അവസാനിച്ച് ഈ റാലിക്ക് ഒരു അവസാനം ഉണ്ടാകും. അവിടെ വെച്ചിട്ടായിരിക്കും വിജയികളെ പ്രഖ്യാപിക്കുക. ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുള്ള റാലി ആരംഭിച്ചിട്ട് വലിയ തരത്തിലുള്ള ആവേശവും കാഴ്ചകൾ കൊണ്ട് മനോഹരവുമാണ് പ്രവിധ ഫോർട്ട് കൊച്ചി. അതിപ്പോൾ നമ്മൾ പ്രച്ഛന്നവേഷത്തിനെത്തിയിരിക്കുന്ന നിരവധി ആളുകളെ കണ്ടു. എപ്പോഴായിരിക്കും ഈ മത്സരഫലം അറിയുക? വെളി ഗ്രൗണ്ടിൽ നിന്നാണ് ഈ പരേഡ് ആരംഭിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം, ഈ റാലി ആരംഭിച്ചിരിക്കുന്നത്. അത് ചെന്ന് അവസാനിക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലായിരിക്കും. ഈ രീതിയിലുള്ള പ്രവിധ സൂക്ഷിപ്പിച്ചതുപോലെയുള്ള ഈ രീതിയിലുള്ള പ്രച്ഛന്നവേഷങ്ങളാണ്. നിരവധി തരത്തിലുള്ള പ്രച്ഛന്നവേഷങ്ങൾ, പലതരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രച്ഛന്നവേഷങ്ങൾ, ഇതെല്ലാം ചെന്ന് അവസാനിക്കുക പരേഡ് ഗ്രൗണ്ടിലാണ്. ആ പരേഡ് ഗ്രൗണ്ടിൽ ചെന്ന് അവസാനിച്ചതിന് ശേഷമായിരിക്കും ഫലമുണ്ടാവുക. ഫ്ലോട്ടുകൾ, കലാരൂപങ്ങൾ, പ്രച്ഛന്നവേഷങ്ങൾ എന്നിവയായിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ഗോകുലം കാർണിവൽ ലഹരിയിലാണിപ്പോൾ കൊച്ചിൻ കാർണിവൽ റാലി ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ കാർണിവലിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ആൻമരിയ സണ്ണി ചേരുന്നുണ്ട്. ആൻമരിയ, ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രച്ഛന്നവേഷമാണ്. ഫ്ലോട്ടുകളൊക്കെ ഏത് ഭാഗത്താണ്? എത്ര ഫ്ലോട്ടുകൾ എത്തിയിട്ടുണ്ട്? എന്തൊക്കെ വ്യത്യസ്തതയുണ്ട് ഈ ഫ്ലോട്ടുകളിൽ? പ്രവൃത്തിക്ക് കാഴ്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും ഏത് രീതിയിലുള്ള ആളുകളാണ്, എന്തൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ കാലനെ വരെ നമുക്ക് ഈ കാഴ്ചയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് തന്നെ പോകാം. നമ്മളെ കണ്ടോടല്ലേ? അടിപൊളി. കാലനല്ല, I am a warlord from the hell. You want to make a wish? Just make it clear. The death is yours. പ്രവിധ, ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ നിന്ന് പറയാനായിട്ടുള്ളത്. ആവേശമാണ്, മനോഹരമാണ്. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള കലാരൂപങ്ങൾ നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിലും കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഏകദേശം ഫ്രണ്ട് ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. ഇതിന് അങ്ങ് ദൂരെ വരെ ഈ റാലിയിൽ നിൽക്കുന്നുണ്ട് പ്രാചീന മനുഷ്യ രൂപങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻമരിയ, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രത്തോളം രസകരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളതെന്ന്. ഈ പ്രച്ഛന്നവേഷം മാത്രമല്ല, ഫ്ലോട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വർണ്ണാഭമായ കാഴ്ചയാണ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ റദ്ദാക്കിയിരുന്നു. കാർണിവൽ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പരിപാടികളാണ് റദ്ദാക്കിയത്. അങ്ങനെ പാപ്പാനിയെ കത്തിക്കുന്നതൊക്കെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ റാലി മാത്രം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. റാലിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.